പ്രിയ സുഹൃത്തുക്കളെ, പെസഹ തിരുനാളിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പെസഹയുടെ പഴയ പശ്ചാത്തലം, യഹൂദരാകുന്ന ജനതയെ, അതായത് ഇസ്രയേലിനെ ഈജിപ്തിൽ അടിമത്തത്തിൽ സൂക്ഷിച്ചപ്പോൾ ഈ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചു കൊണ്ടുവരുവാൻ 10 അത്ഭുതങ്ങൾ മോശ വഴി ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടും ഫറവോ ഇസ്രയേലിനെ വിട്ടുകൊടുക്കുന്നില്ല. അവസാനം യഹോവ പറഞ്ഞു, ഇന്ന് ഇസ്രായേൽ മക്കളെല്ലാം അകത്തിരിക്കട്ടെ. അതായത് അകത്ത് സംഹാരദൂതൻ കടന്നു വരാതിരിക്കാൻ വേണ്ടി കട്ടിളപ്പടിയിൽ കുഞ്ഞാടിൻ്റെ രക്തം തൂക്കുക. രക്തം തൂത്തിട്ടുള്ള അല്ലെങ്കിൽ രക്തം പുരട്ടിയിട്ടുള്ള കട്ടിളപ്പടികൾ കണ്ടാൽ അതിനകത്ത് സംഹാരദൂതൻ കടന്നു വരികയില്ല. അങ്ങനെ രക്തം പുരട്ടാത്ത ഭവനങ്ങളിൽ സംഹാരദൂതൻ വരികയും ആദ്യജാതന്മാരെ വധിക്കുകയും ചെയ്യും. ആദ്യജാതന്മാർ ഇസ്രായേലിൽ നഷ്ടപ്പെട്ടപ്പോൾ, ഈജിപ്തിൽ നഷ്ടപ്പെട്ടപ്പോൾ ഇസ്രായേലിനെ അവിടുന്ന് മോചിപ്പിക്കുവാൻ ഫറവോ കൽപ്പന കൊടുത്തു. അങ്ങനെ ഈ മോചനത്തിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാൾ. അടിമത്തത്തിൽ നിന്ന് മോചനത്തിലേക്ക് ഇറങ്ങിയ ദിവസം. ഇവിടെയാണ് പെസഹ കുഞ്ഞാട് വരുന്നത്, പെസഹ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണം വരുന്നത്. അപ്പോൾ ഈ രക്തം പുരട്ടി, അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കർത്താവ് പറഞ്ഞാണ്, നിങ്ങൾ പെസഹ, നിങ്ങളെ വിമോചിപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പെസഹ ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കണം. ആ പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഭക്ഷിക്കണം. ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ കൊണ്ടാടണം. പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് പഴയ നിയമ പശ്ചാത്തലം. യേശുക്രിസ്തു മറ്റൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഴയ നിയമത്തിനെ അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് വന്നേക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ ബേത്ലഹേം മുതൽ ഗോൽഗുത്ത വരെയും ഉദ്ധാനം വരെയുള്ള ജീവിതം നോക്കുമ്പോൾ യേശുക്രിസ്തു പഴയത് പലതും പുതിയതായിട്ടെടുക്കുകയും മാറ്റേണ്ടുന്നത്, അതായത് പുസ്തകത്താളിൽ കൊത്തുപണികൾ ചെയ്യേണ്ടിടത്ത് കൊത്തുപണി ചെയ്തിട്ട് മാറ്റി മിനുസപ്പെടുത്തിക്കൊണ്ട് വന്നതാണ് ഓശാന തിരുനാളിന് ശേഷം പെസഹ തിരുനാൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പെസഹ തിരുനാളിൽ യേശുക്രിസ്തു രക്തം ചിന്തുന്നില്ല. അതാണ് പ്രത്യേകത. പഴയ നിയമത്തിലെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന ചിന്ത മാറ്റിയിട്ട് സ്നേഹം കൊണ്ടാണ് യേശുക്രിസ്തു പെസഹ അനുഷ്ഠിക്കുന്നത്. ശിഷ്യന്മാരെ ഒരുമിച്ച് വിളിച്ച് പെസഹ തിരുനാൾ സെഖേൽ മാളികയിലേക്ക് പോയി അവരോടൊപ്പം അപ്പം ഭക്ഷിക്കുക. ഇത് പുതിയ നിയമത്തിലെ വിശുദ്ധ കുർബാന സ്ഥാപനമായിട്ട് സഭ കാണുന്നുണ്ട്. അവർക്ക് അപ്പം എടുത്ത് വാഴ്ത്തി പിതാവിന് സ്തോത്രം ചെയ്തു, ശിഷ്യന്മാർക്ക് വീഞ്ഞുമെടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്ത് ശിഷ്യന്മാർക്ക് കൊടുത്തതാണ് നമ്മുടെ പുതിയ നിയമത്തിലെ പെസഹ തിരുനാളായിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. ഈ പെസഹ തിരുനാൾ എന്തെന്ന് ചോദിച്ചാൽ, ഈ എടുക്കുന്ന അപ്പം ഇത് സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച് എന്നൊക്കെ പറയും. ആക്സിഡൻ്റൽ ചേഞ്ച് അല്ല. ഇത് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഞാൻ പറയണം. അതായത് ഈ എടുക്കുന്ന അപ്പം യേശുക്രിസ്തുവിൻ്റെ ശരീരമായും ഈ വീഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ രക്തമായും മാറുന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നതും വിശ്വാസികൾ ഉൾക്കൊള്ളുന്നത്. അതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന സ്ഥാപന ദിനം എന്ന് വേണമെങ്കിലും ഈ എന്ന് വേണമെന്നല്ല, എന്ന് പെസഹ തിരുനാൾ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഇന്ന് പെസഹ അപ്പം മുറിക്കുന്നുണ്ട് പള്ളികളിലൊക്കെ. അത് പല പാരമ്പര്യത്തിലാണ്. അപ്പോൾ ഈ പെസഹ തിരുനാളിൽ നിങ്ങൾ കൂടുമ്പം ഒന്ന് ഓർക്കുക, ഇത് വിമോചനത്തിൻ്റെ അല്ലെങ്കിൽ മോചനത്തിൻ്റെ, വിമോചനം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. മോചനം എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യമായി ജീവിക്കും, ഈ രക്തം പാനം ചെയ്യുന്നവൻ അവൻ ജീവിക്കും. അത് പറഞ്ഞ ആ ദിവസമാണെന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇതര സഭയെ സംബന്ധിച്ചിടത്തോളം ആണ്ടൊരിക്കലുകൾ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ദിവസത്തിൻ്റെ പ്രത്യേകതയുള്ള ദിവസമാണിന്ന്. അതുകൊണ്ട് ലോകമാസമുള്ള കുമ്പസാരമുള്ളവരും അല്ലാത്തവരും ഒക്കെയും വിശുദ്ധ ദേവാലയത്തിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥനയോടൊപ്പം ഇന്ന് പെസഹ തിരുനാളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ്. ലോകത്തിൻ്റെ സമാധാനം ഇന്ത്യക്ക് വേണ്ടിയാണ്, കേരളത്തിന് വേണ്ടിയാണ്. കാരണം കേരളം ഒരു ചേഞ്ചിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക്, ഇലക്ഷനിലേക്ക് പോവുകയാണ്. രാജ്യം യുദ്ധം നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇസ്രായേലും ഈജിപ്തും അല്ലെങ്കിൽ ഇസ്രായേലും മറ്റ് ഇറാൻ പോലുള്ള രാജ്യങ്ങളും മറ്റ് പശ്ചിമേഷ്യയിലുള്ള ആളുകൾ അല്ലെങ്കിൽ എവിടെയുള്ള ആളുകളായാലും അവരെയൊക്കെയും നമുക്ക് സമാധാനത്തോടെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക, ഇത് വിശുദ്ധ കുർബാന എന്നത് എല്ലാ ദിവസവും നമ്മുടെ ഏതെങ്കിലും 24 മണിക്കൂറിലും എവിടെയും നടക്കുന്നതാണ്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതാണ്. എവിടെ നമുക്ക് ഒരുപക്ഷെ സംബന്ധിക്കാൻ സാധിച്ചില്ലെങ്കിലും ഏത് മണിക്കൂറിലും ആത്മീയമായിട്ട് അതിൽ സംബന്ധിക്കാം എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ കുർബാനയിൽ മാറ്റം വരുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലാണ് മാറ്റം വരണ്ടായത്.
നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ മാറ്റം വന്നാൽ മാത്രമേ പെസഹ തിരുനാളിന് അർത്ഥമുള്ളൂ. പെസഹായ്ക്ക് ശേഷം അച്ഛൻ്റെ കയ്യുമുത്തി പെസഹാപ്പം നുണഞ്ഞുകൊണ്ട് പോകല്ല. എന്തെങ്കിലും ഒരു മാറ്റം എൻ്റെ മനസ്സിൽ, എൻ്റെ ചിന്തയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പെസഹ പൂർണ്ണമാകുന്നത്. എല്ലാവർക്കും നന്മയാകട്ടെ. ജോൺസൺ കരൂർ. പെസഹ തിരുനാളിൻ്റെ ആശംസകൾ. നാളെ ദുഃഖവെള്ളിയിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി കാണാം. ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പൂർണ്ണമായിട്ട് കാണണമെങ്കിൽ ചാനൽ വഴിയേ, യൂട്യൂബ് ചാനൽ വഴിയേ സാധിക്കുകയുള്ളൂ. നന്മയാവട്ടെ എല്ലാവർക്കും. പ്രാർത്ഥിക്കുക എന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക.